മാതാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഒരു ട്രയാങ്കിളിൽ നിന്നിട്ട് വേണം മാതാവിനെ കുറിച്ച് പറയാൻ. അത് ഏത് ട്രയാങ്കിളാന്ന് ചോദിച്ചാൽ നമുക്ക് തൃത്വത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അതുപോലെ പരിശുദ്ധ അമ്മയും ഒരു ട്രയാങ്കിളിലല്ലാതെ പറയാൻ ശ്രമിച്ചാല് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ അമ്മയെ നമ്മൾ ദൈവമാക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ മാറിപ്പോകും. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഒന്നുമല്ലാത്ത രീതിയിൽ തള്ളിക്കളയുന്ന രീതിയിലോട്ടും മാറിപ്പോകുന്ന ഒരു പ്രവണത ഉണ്ട്. ഈ ട്രയാങ്കിളിൽ നിന്ന് പറയാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതെന്താ ഈ ട്രയാങ്കിൾ എന്ന് വെച്ചാല്, പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്ന എപ്പോഴും മിശിഹ രഹസ്യപരവുമായിരിക്കണം, സഭാ രഹസ്യപരവുമായിരിക്കണം. ഇത് മൂന്നും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാ. ഇത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട്, മിശിഹ രഹസ്യത്തെ ഒഴിവാക്കി, സഭാ രഹസ്യത്തെ ഒഴിവാക്കി പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞാൽ ഈ ഒരു അപകടത്തിലോട്ടാണ് നമ്മൾ ചാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നില്ല, പരിശുദ്ധ അമ്മ ദൈവമാണെന്നുള്ള രീതിയിൽ പോകും, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഒട്ടും വേണ്ട എന്നുള്ള ഒരു രീതിയിലോട്ടും പോകുന്നു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് ഒരിക്കലും മാതാവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് പലപ്പോഴും പല വിഭാഗങ്ങളിലും ഈ പ്രശ്നം വരുന്നത്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവർ സഭയെ സ്നേഹിക്കും, മിശിഹായെയും സ്നേഹിക്കും. സഭ സഭ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ കേൾക്കുമ്പോ അതെന്താ, അത് മാർപ്പാപ്പയും കുറെ അച്ഛന്മാരും അങ്ങനെ കുറെ പേരൊക്കെ കൂടിയുള്ള ഒരു പ്രസ്ഥാനം, അങ്ങനെയാ പലരും കരുതുന്നത്. പക്ഷെ സഭ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമോ അത് ഒരു സംഘം അങ്ങനെയല്ല. അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തില് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണ് പറയുന്നത്? എഫേസോസ് 5:23 പറയുന്നുണ്ട്, ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. അപ്പൊ ക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരമാണ് സഭ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 1 കൊറിന്തോസ് 12:27 പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ, ഈ സഭയുടെ ശിരസാണ് ക്രിസ്തു എന്നുള്ള കാര്യത്തില് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തില് അത്രയും എന്താ പറയാ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2 വചനങ്ങൾ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളില് ക്രിസ്തു തന്റെ ശരീരമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സാവൂള് വീണ് കഴിഞ്ഞപ്പോ സാവൂളിനോട് പറഞ്ഞത്, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പം ക്രിസ്തുവിന്റെ സഭയെ തന്നെയാണ്. അപ്പൊ അത് നോക്ക്, എത്ര ഡയറക്റ്റ് ആയിട്ടാണ് ക്രിസ്തു ചോദിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്, നമ്മൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കാൻ എന്താ ഏറ്റവും നല്ലൊരു ഇത്, ക്രിസ്തു ശിരസ്സായിട്ടിരിക്കുന്നു, ആ സഭയുടെ കഴുത്ത് അമ്മയാണ്, പരിശുദ്ധ അമ്മയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും, നമ്മൾ എല്ലാവരും അതിലെ അവയവങ്ങളും. അപ്പം എങ്ങനെയാ, ക്രിസ്തുവിൽ നിന്നല്ലാതെ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. പരിശുദ്ധ അമ്മ ആ ക്രിസ്തുവിനോട്ടാണ് നമ്മളെ എല്ലാം വിരൽ ചൂണ്ടി കാണിക്കണേ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അപ്പൊ ഈ സഭയും മിശിഹായും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് നിൽക്കുമ്പോൾ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉന്നത സൃഷ്ടിയായ ആ പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എപ്രകാരം ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, അതേപോലെ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നിട്ട് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മള് ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. വേറൊരു തിരുനാളും കൂടെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ആഘോഷിച്ചിട്ടുണ്ട്, രൂപാന്തരീകരണ തിരുനാള്. ഓഗസ്റ്റ് 6 നമ്മൾ ആഘോഷിച്ച രൂപാന്തരീകരണ തിരുനാള്. ഇത് രണ്ടിനും വളരെ ബന്ധമുണ്ട് യഥാർത്ഥത്തില്. ഭയങ്കര ഒരു ഉൾക്കാഴ്ചയാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അറിഞ്ഞാല്. അപ്പൊ ഇന്ന് ജോസഫ് കണ്ടത്തിപ്പറമ്പിലച്ചന്റെ പ്രസംഗം കേട്ടപ്പോ അതിനകത്തും പറഞ്ഞു, സദുക്കായര് ഉത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ട് അവിടെ മുഴുവനും അരാജകത്വം നടമാടിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. ഉത്ഥാനത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ അക്രമവും അത് കൂടും. അതെന്താ കാരണം? കാരണം ഈ ശരീരം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് നമ്മളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് തിന്മയും പിന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതോടുകൂടെ എല്ലാം അവസാനിച്ചില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ആ ഒരു ചിന്തയിലോട്ട് ഇത് പലരും ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ നരകമില്ല, അങ്ങനെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലാണ് എപ്പോഴും എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നുമില്ല, ദൈവം കരുണയുള്ളവനാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം, അങ്ങനെ ഒരു ലെവലിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി, രൂപാന്തരീകരണത്തെ പറ്റി, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനെ പറ്റി, നമ്മുടെ ഓരോരുത്തരുടെയും ഉയർപ്പിനെ പറ്റി. നിങ്ങളെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, നമ്മളൊക്കെ ഉയർക്കുമ്പോൾ എന്താ സംഭവിക്കുക, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ പോകുന്നേ? അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ പലരും പ്രാർത്ഥനയൊക്കെ നല്ലോണം ഉള്ളവർ തന്നെ ചിലർ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ആർക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം മരിക്കും, എവിടേക്കാ പോണേന്ന് ആർക്കറിയാം? അതിനകത്ത് വിശ്വാസം ഇല്ല. അത് തന്നെ വിശുദ്ധ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്നത്തെ ഈ തലമുറ ചോദിക്കുന്ന ഇതേ ചോദ്യം വിശുദ്ധ പൗലോസ്ലീഹ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ അത് അവരോട് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ടോക്കില് 1 കൊറിന്തോസ് 15 ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അത് മുഴുവനും ഉയർപ്പിനെ പറ്റിയാ. അപ്പൊ അതിനകത്തെ വചനം ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞില്ലേ, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്ന ആർക്കറിയാം എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം വിശുദ്ധ പൗലോസ്ലീഹ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആദിമസഭയില്. അത് 1 കൊറിന്തോസ് 15 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കതെടുത്ത് വായിച്ചിട്ട് അതിനെപ്പറ്റി പറയാം. മരിച്ചവരുടെ ഉത്ഥാനം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ, അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായിട്ട് അവര് പ്രഘോഷിച്ചിരുന്നു. വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് അതായിരുന്നു അവരുടെ വിശ്വാസം. അത് അവര് വളരെ വ്യക്തമായിട്ട് ഏറ്റുപറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അങ്ങനെയാ ചോദിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ടും ആ വിശ്വാസം അവിടെ കാണിച്ചിരുന്നു, മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന്. മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയാണ്, മരിച്ചവരിൽ നിന്നും പുനരുത്ഥാനം ഇല്ല, നിങ്ങൾക്കൊന്നും പുനരുത്ഥാനം ഇല്ല, ആർക്കറിയാം നമ്മൾ എവിടെ മരിച്ചു കഴിഞ്ഞിട്ട് എവിടേക്ക് പോണേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അതെന്താ അങ്ങനെ പറയുന്നത്? നമ്മൾ ഇത്രയും നാളും പറഞ്ഞതെല്ലാം, ആ വിശ്വാസമെല്ലാം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വ്യർത്ഥം. ശരിയല്ലേ പറയുന്നത്? ക്രിസ്തു ആരായി മാറും? അപ്പോ മരിച്ചവരുടെ ദൈവമായിട്ട് മാറും. അങ്ങനെ ക്രിസ്തു മരിച്ചുപോയി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തചിന്തി മനുഷ്യാവതാരം ചെയ്ത് ഇതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് നമ്മുടെ ആത്മാവിനെ പിശാചിൽ നിന്ന് വിടിവിച്ച് അവിടത്തേതാക്കി സമസ്തവും അവന്റെ കീഴിലാക്കിയതിനു ശേഷം ആ ദൈവം മരിച്ചുപോയെങ്കിൽ പിന്നെ ഇതിനൊന്നും ഒരർത്ഥമില്ല. നമ്മൾ പിന്നെ എന്തിനാണ് വിശ്വസിക്കുന്നത്? അപ്പൊ ദൈവം ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ഇന്നത്തെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അവിടെ തന്നെയാണ്. ജീവിക്കുന്നവരുടെ ദൈവമാണ് കർത്താവ്. ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉത്ഥാനം ചെയ്യപ്പെടും, അത് ഉറപ്പാണ്. ആ വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഈശോയുടെ ഉത്ഥാനശേഷം കർത്താവിന്റെ ശരീരം എങ്ങനെയായിരുന്നു? ഇതൊരു സംശയമാണ് പലർക്കും. പലസ്തീനയിൽ കൂടെ നടന്നു പോയിരുന്ന ഈശോയുടെ അതേ ശരീരമായിരുന്നോ ക്രിസ്തുവിന്റെ ഉത്ഥാനശേഷം ക്രിസ്തുവിന്? അതല്ലെങ്കിൽ എന്ത് ശരീരമായിരുന്നു കർത്താവിനുള്ളത്? മഹത്വീകൃത ശരീരം അഥവാ ഗ്ലോറിഫൈഡ് ബോഡി, അതായിരുന്നു ക്രിസ്തുവിന്റെ ശരീരം. അത് വ്യക്തമാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ യോഹന്നാൻ ശ്ലീഹ 20 വാക്യം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു, എന്നാൽ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതുപോലെ യോഹന്നാൻ 21:4 ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അതുപോലെ ലൂക്ക 24:26 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര്, അവർക്ക് യേശുവിനെ തിരിച്ചറിഞ്ഞോ? അവരും അറിഞ്ഞില്ല. അപ്പം മഗ്ദലന മറിയം ആണ് ആദ്യമായിട്ട് യേശുവിനെ ഉത്ഥാനശേഷം കാണുന്നത്. ഇത്രയും യേശുവിന്റെ കൂടെ നടന്ന മഗ്ദലന മറിയം യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവള് വിചാരിച്ചത് ആരാ? തോട്ടക്കാരനാണെന്നാണ് അവള് വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതുപോലെ ഈ കടൽക്കരയില് മീനെ പിടിച്ചുകൊണ്ടിരുന്നിരുന്ന യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് അത് എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായിരുന്ന 3 പേരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല, അത് യേശു ആണെന്ന് അവർ അറിഞ്ഞില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അത്രയും ദൂരം യേശുവിന്റെ കൂടെ നടക്കുകയാണ്, എന്നിട്ടും മനസ്സിലാവുന്നില്ല അത് യേശുവാണെന്ന്. പിന്നീട് യേശു അവരെ വിളിക്കുമ്പോൾ അതിനുശേഷം ആ വചനങ്ങള് അവർക്ക് മനസ്സിലാക്കാൻ അവരുടെ ആന്തരിക കണ്ണുകൾ തുറക്കുമ്പോഴൊക്കെയാ മനസ്സിലാവുന്നത്. അതുപോലെ യോഹന്നാൻ ശ്ലീഹ 20:19 ഇങ്ങനെയാണ് പറയുന്നത്: കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിന്നീട് തോമാസ് ശ്ലീഹ വരുമ്പോഴും പറയുന്നുണ്ട്, കതകടച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ യേശു വന്ന് അവരുടെ മധ്യ വന്ന് സമാധാനം എന്ന് പറയണമെന്ന്. ഇപ്പൊ 2 പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്. കതകടച്ചിരിക്കുമെന്ന സമയത്ത് വരുന്ന ഒരു ഈശോ,
ഒരിക്കലും ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അല്ലെങ്കിൽ പലസ്തീനയിലുള്ള ഈശോ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. കഥ കടച്ചിരിക്കുമ്പോൾ യേശു എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പോലെ ആളുകളെ കൂട്ടിക്കൂട്ടാനോ അങ്ങനൊന്നുമല്ല യേശുവിന്റെ അത്ഭുതങ്ങളുടെ ലക്ഷ്യം ഒന്നും തന്നെ. ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ പ്രകടമാകാൻ, അങ്ങനെ അതല്ലാതെ ഇതിൽ കൂടെ ഈ അത്ഭുതങ്ങളിൽ കൂടെ വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കഥ കടച്ചിരിക്കുമ്പോൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോഡിയാണ് അപ്പൊ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അത് മഹത്വീകൃത ശരീരം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ടാവും. തോമസ് ലേഖയോട് പറയുന്നുണ്ട്, എന്റെ കൈകൾ നിങ്ങൾ തൊട്ട് നോക്കൂ, എന്റെ പാർശ്വത്തിൽ നീ വന്ന് വിരലിട്ടോളാൻ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ അത് പലസ്തീനയിലുള്ള ഈശോ അല്ലേ? അപ്പൊ മഹത്വീകൃത ശരീരമായ ഈശോയ്ക്ക് ഏത് രീതിയിലും പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് അത് കാണിച്ചു കൊടുക്കാനും അവർക്ക് സാധിക്കും. അവരെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ അത് കാണിച്ചു കൊടുക്കാൻ ഈശോയ്ക്ക് സാധിക്കും. എവിടെയെങ്കിലും യേശുവിന്റെ മരണത്തിന് മുമ്പ്, യേശുവിന്റെ ഉത്ഥാനത്തിന് മുമ്പ്, അതായത് ഈ പലസ്തീനയിൽ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും ഈശോയുടെ മഹത്വീകൃത ശരീരം ഈശോ കാണിച്ചിട്ടുണ്ടോ? രൂപാന്തരീകരണ സമയത്ത് ഈശോ ഒരേ ഒരു സമയം ഈ മഹത്വീകൃത ശരീരം കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഈ രൂപാന്തരീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. 3 സ്ലീഹന്മാരും രൂപാന്തരീകരണത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് പൗലോസ് സ്ലീഹ അതിനെ പറ്റി വളരെ വ്യക്തമായും വിവരിക്കുന്നുണ്ട്. മത്തായി 17. അപ്പൊ അവിടെ പറയുന്നുണ്ട്, മോശയും ഏലിയായും അവന്റെ കൂടെ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതെന്തായിരിക്കും അങ്ങനെ പറയുന്നത്? മോശ എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥം തോറ, അതായത് അതിന്റെ ഒരു പൂർത്തീകരണമാണ് ആ കാണിക്കുന്നത്. അതുപോലെ ഏറ്റവും വലിയ പ്രവാചകനാണ് ഏലിയ. അപ്പൊ അവിടെ ആ പഞ്ചഗ്രന്ഥങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും, അതെന്താണ്? പഴയ നിയമം. പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതാ യേശു ക്രിസ്തുവിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണ് ഈ മോശയെയും ഏലിയയും കാണുന്നത്. ആ സമയത്ത് അവര് പറയുന്നുണ്ട്, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, നമുക്കിവിടെ തന്നെ കഴിയും. അവൻ എന്താ പറയുന്നതെന്ന് അവൻ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം സ്വർഗം കണ്ടു. സ്വർഗം കണ്ടു കഴിഞ്ഞപ്പം ഇത് പറയാം, നമ്മള് ഭയങ്കര ഒരു സന്തോഷത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ അവസ്ഥ. നമുക്ക് എന്താ പറയണേ, ഏതാ പറയണ്ടേ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതുപോലെ നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നും, നമ്മൾ ശബ്ദം എടുക്കും. അതേ അവസ്ഥയാണ് അവിടെ അവർക്ക് ഉണ്ടായത്. അതാണ് അവര് എന്താ പറയണേന്ന് അറിയില്ല. അവര് സ്വർഗം കണ്ടു കഴിഞ്ഞപ്പം അവിടെ കാണുകയാണ്, നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്വം അവര് കാണുകയാണ്. കർത്താവും അത് തന്നെയാണ് അവർക്ക് വെളിപ്പെടുത്തിയത്. പിന്നെ എന്താണ്? ശോഭയേറിയ മേഘത്തിലാണ് പറയുന്നത്. അപ്പൊ പിതാവായ ദൈവം പറയാണ്, എന്റെ പുത്രന്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയുമ്പോൾ അവിടെ തൃത്വം അവിടെ വന്നു. ഇവരെല്ലാവരും ആ സ്വർഗം കണ്ടു. ക്രിസ്തുവിന്റെ മഹത്വീകൃത ശരീരം ഇങ്ങനെയായിരിക്കും. അത് വിവരിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്, മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. പിന്നെ വേറൊരു സുവിശേഷൻ എങ്ങനെയാണ് പറയുന്നത്? അവന്റെ വസ്ത്രം ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത അത്ര വെണ്മയുള്ളതാണ്. അങ്ങനെ എന്താ പറയാ, നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാണ് അവർക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല എന്ന് പറയില്ല. അതുപോലെ അത്രയും ഒരു, നമുക്കിപ്പോഴും ആ വാക്കുകൾക്ക് പോലും പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അത് സൂര്യനെ പോലെ വെട്ടി. അപ്പൊ അതാണ് ഈ മഹത്വീകൃത ശരീരത്തിന്റെ പ്രത്യേകത. നല്ല തേജസ് ഉള്ള ആ ശരീരം അത് ഈശോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ശിഷ്യന്മാർക്ക് ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അതിനുശേഷമാണ് ഈശോ അവർക്ക് ഉത്ഥാനശേഷം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അതേപോലെ തന്നെ പരസ്യ ജീവിത കാലത്തുള്ള അവർ കണ്ട ഈശോയെയും അവർക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവര് തീർച്ചയായിട്ടും ഈ അപ്പസ്തോലന്മാർക്ക് ഈ വിശ്വാസം മനസ്സിലായിട്ടുണ്ടാവും. അവര് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓർക്കണം, ഈ അപ്പസ്തോലന്മാര് ഇത്രമാത്രം മേല് തൊലി ഉരിഞ്ഞു മരിക്കപ്പെടുന്നു, അതുപോലെ തിളച്ച വെള്ളത്തിലിടുന്നു. ഇതൊക്കെ എങ്ങനെയാ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നത്? ആ ഉയർപ്പ് അവര് വിശ്വസിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമുക്കും അങ്ങനെ തന്നെയാണ്. ഈ ഉയർപ്പ്, ജീവനുള്ള ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട്, നമ്മുടെ ഈ പ്രശ്നങ്ങള്, നമ്മുടെ തിളച്ച വെള്ളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാ. ഇതൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, നമ്മൾ കുരിശിൽ ചിന്തിയ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്ന പോലെ തന്നെ ആ ഉത്ഥാനം ചെയ്ത് ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ആ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുപോകാം പരിശുദ്ധ അമ്മയെയും സഭയെയും അതുപോലെ മിശിഹായെയും കൂടെ. ഇവിടെ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുമെന്ന്. ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് അറിയാവോ? കാനായിലെ വെള്ളം വീഞ്ഞാക്കി അവൻ പറയുന്നത് പോലെ ചെയ്യുക. അത് തന്നെയല്ലേ പിതാവായ ദൈവവും പറഞ്ഞത്. അപ്പൊ പരിശുദ്ധ അമ്മ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ പഴയ നിയമങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ
നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ രഹസ്യങ്ങളെല്ലാം, അതാണ് പരിശുദ്ധ അമ്മയെ വ്യത്യസ്തമാക്കുന്നതും. ആ വിശ്വാസം, അവൻ പറയുന്നത് പോലെ ചെയ്യുക, ഇത് തന്നെയാണ് പിതാവായ ദൈവം പറഞ്ഞത്. അപ്പൊ അതൊക്കെ പരിശുദ്ധമ്മയ്ക്ക് അറിയാം. ഇവൻ പറയുന്ന പോലെയാണ് ചെയ്യണം. സ്വർഗം ആഗ്രഹിക്കുന്നതും പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന എല്ലാം എന്താണ്? ഈശോയിലോട്ട് അവൻ പറയുന്നത് കേൾക്കുക. അത് മാത്രമാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി. കർത്താവിനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാരണം കർത്താവ് അനന്ത കരുണ സമ്പന്നനാണ്. എപ്പോഴും കരുണയോടെ സ്നേഹത്തോടു കൂടെ തന്നെ നോക്കിയിരിക്കുന്ന ദൈവത്തിനെ നമ്മളൊരു 10 പ്രാർത്ഥനയ്ക്ക് പകരം ഒരു 20 പ്രാർത്ഥന ചൊല്ലിക്കും കഴിഞ്ഞാൽ ആ കരുണ മാറല്ല ചെയ്യുന്നത്. നമ്മളാണ് അവിടെ മാറേണ്ടത്. നമുക്ക് രൂപാന്തരം വരണം. അപ്പോ ഈ കരുണ അവിടെ ഒഴുകും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. ഇനി ക്രിസ്തു എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുന്നത്? എന്റെ മഹത്വീകൃത ശരീരമായിരിക്കും എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ 12:24 പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അപ്പോ 1 കൊറിന്തോസ് 15 അതിനകത്ത് ഈ ഗോതമ്പ് മണിയെ പറ്റി പറയുന്നുണ്ട്. വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ലേ? ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു പല ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും. ഇപ്പൊ നമുക്ക് ഗോതമ്പിലേക്ക് തന്നെ കടന്നു വരാം. കർത്താവിന്റെ രൂപാന്തരീകരണത്തെ പറ്റിയാണ് ഈ പറയുന്നത്, കർത്താവിന്റെ മഹത്വീകൃത ശരീരത്തെ പറ്റി. ഒരു ഗോതമ്പ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഗോതമ്പിന്റെ കളറ് മഞ്ഞ നിറം, കടിച്ചാ പൊട്ട്, ഇത്തിരി ഹാർഡാണ്, വളരെ ചെറുതാണ്. നമ്മൾ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഗോതമ്പ് ചെടി വന്നു. അത് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗോതമ്പ് പോലെയാണോ ഇരിക്കുക? അല്ല, അത് ഒരു ചെടി പോലെ അത് വളരും, കുറച്ചും കൂടെ വലിപ്പമുണ്ടാവും, പച്ച ഇലകൾ ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ ആരെങ്കിലും പറയോ അത് ഗോതമ്പ് ചെടിയല്ല, അത് ഗോതമ്പല്ല, അത് ചക്കയാണ് എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. കാരണം സത്ത ഒന്നാണ്. ഗോതമ്പിന്റെ സത്തയാണ് ഈ ഗോതമ്പ് ചെടിക്കുള്ളത്. അതാണ് ഈ സത്ത എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപകാരമായിട്ട് വരും. അതിനെക്കുറിച്ചും ചെറുതായി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ എത്ര മനോഹരമായിട്ടാണ് നോക്കി കർത്താവ് പറഞ്ഞു തന്നത്. ഈ ഗോതമ്പ് അല്ല, അപ്പൊ അതുപോലെയാണ് കർത്താവിന്റെ മഹത്വീകൃത ശരീരം. കർത്താവിന്റെ ശരീരം മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്തു. അത് മഹത്വീകൃത ശരീരമായിട്ടാണ് ഉത്ഥാനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇനി ഈ ഗോതമ്പിനോട് ഒരു ബന്ധവുമില്ലേ? ഗോതമ്പ് ചെടിക്ക് ഉണ്ട്, ഫുൾ ബന്ധമുണ്ട്. ഗോതമ്പിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ ഗോതമ്പ് ചെടി എന്ന് പറയുന്നത്. ആ ഗോതമ്പ് ഇല്ലെങ്കിൽ അവിടെ ഗോതമ്പ് ചെടി ഇല്ല. അപ്പൊ കർത്താവിന്റെ മഹത്വീകൃത ശരീരത്തിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ മഹത്വീകൃത ശരീരം ഇരിക്കുന്നതെന്ന് ക്രിസ്തു പറയാണ്. ഇത് തന്നെ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ ഗോതമ്പ് മണി തന്നെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. ഇതാണ് ക്രിസ്തു പറഞ്ഞത്, ഭോഷന്മാരെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ എന്താണ് പറഞ്ഞത്? അത് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അവിടെയാണ് നമ്മുടെ ഉത്ഥാനത്തിന്റെ രഹസ്യം ഇരിക്കുന്നത്. അവിടെ, അതായത് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഒരു ഗോതമ്പ് ചെടി വന്ന അതിന്റെ കതിരില് ഇഷ്ടം പോലെ ധാന്യങ്ങള്, അതൊക്കെ ആരാ? അതൊക്കെ നമ്മളാണ്. പിന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കതിരുണ്ട്, അതാണ് പരിശുദ്ധ അമ്മ. കണ്ടോ, കർത്താവ് നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുമ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്ഥാനം ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനി പരിശുദ്ധ അമ്മയും അവിടെയുണ്ട്, ഉത്ഥാനം ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവും ശരീരവുമായിട്ടാണ് സ്വർഗത്തിലോട്ട് സംവഹിക്കപ്പെട്ടത്. കർത്താവാണ് സംവഹിച്ചത്, പരിശുദ്ധ അമ്മ തന്നെയല്ല. കർത്താവിന്റെ ഉത്ഥാനം എങ്ങനെയായിരുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരുമിച്ചിട്ടാണ് ആ ഉത്ഥാനം സംഭവിക്കുന്നത്. പിതാവിന്റെ ശക്തിയും അതുപോലെ ആത്മാവിന്റെയും ക്രിസ്തുവിന്റെ ദൈവിക വ്യക്തികളായ ഈ 3 പേരുടെയും ശക്തിയിലാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ഉടലോടെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാണ് ഉണ്ടായിരിക്കുന്നത് കർത്താവ്. ഇതാണ് നമ്മുടെ ഉത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. നമുക്ക് 1 കൊറിന്തോസ് തന്നെ പോവാം. 1 കൊറിന്തോസ് 15:20. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും.
എന്താണ് അവിടെ ഒരു ക്രമം പറയുന്നത്? ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും, അത്രയും പറഞ്ഞ പോരെ? ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ഇവിടെയല്ലേ പരിശുദ്ധ അമ്മയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സ്വർഗാരോഹണ തിരുനാളിൽ ശ്രദ്ധിച്ചു കാണും, ഈ ഭാഗം വായിച്ചു കാണും പള്ളിയില്. അപ്പം അവിടെ നോക്ക്, താന്താങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. അപ്പൊ ഒരു ക്രമമുണ്ട് ഈ ഉയർപ്പ് കൊടുക്കണേന്നല്ലേ വരുന്നത്. അവിടെയാണ് പരിശുദ്ധ അമ്മ. അതുപോലെ ആദമായിട്ട് കർത്താവിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആദം പോലെ മനുഷ്യനല്ല കർത്താവ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. അപ്പം ആദം ഹവ്വ, തുടക്കത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ സ്ത്രീ ഒരു പ്രാവശ്യം മാത്രമാണ് ഹവ്വ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ഉപയോഗിക്കുന്നത് സ്ത്രീ എന്നാണ്. അത് ഇപ്പൊ ഒരുപാട് പ്രാവശ്യം കേട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഈ പുതിയ നിയമത്തിലെ പലയിടത്തും സ്ത്രീ എന്ന് ഉപയോഗിക്കുന്നതിന്റെ കാരണം ആ ഹവ്വ അതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ്. രക്ഷാകര കർമ്മത്തിൽ സബോർഡിനായിട്ട് നിൽക്കുന്ന ഇത് പറഞ്ഞപ്പോ പറയാണ്, ഒരിക്കലും സഹരക്ഷകയല്ല പരിശുദ്ധ അമ്മ, കോറിഡമിട്രിക്സ് അല്ല പരിശുദ്ധ അമ്മ. ഈയിടെ ഫ്രാൻസിസ് പാപ്പയും വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ രക്ഷാകർമ്മ ഇതിനകത്ത് ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് സഹരക്ഷകയായിട്ട് ഇരിക്കാൻ പറ്റില്ല. സബോർഡിനേറ്റ് ആണ്, താഴെ നിൽക്കാൻ പറ്റുള്ളൂ. ആ ശുശ്രൂഷ ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. അത് മനസ്സിലാക്കി ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണല്ലോ ഓടി എലിസബത്തിനെ പോയി കാണുന്നത്. എന്തുകൊണ്ടാ? ഉടനെ ആ ശുശ്രൂഷ ചെയ്യാണ്, കർത്താവിനെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ആ ശുശ്രൂഷയാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അപ്പൊ അതേപോലെ തന്നെ നമ്മളും ശുശ്രൂഷയാണ് ചെയ്യുന്നത് കർത്താവിന്റെ രക്ഷാകര കർമ്മത്തിൽ. നമ്മളൊക്കെ കൂട്ടുവേലക്കാരാ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൂട്ടുവേലക്കാരാ. പരിശുദ്ധ അമ്മ കുറച്ചല്ല, ഏറ്റവും ഉയർന്ന രീതിയിൽ. അതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെതായിരുന്നിട്ടും ലോകത്തിൻ്റെതല്ലാതെ ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിലെ സ്നേഹത്തോടെ പങ്കെടുത്തവളാണ് പരിശുദ്ധ അമ്മ. അപ്പൊ ആദമായിട്ട് കർത്താവിനെ പറയുന്ന പോലെ തന്നെയാണ് ഹവ്വയായിട്ട് പരിശുദ്ധ അമ്മേനെ കമ്പയർ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ അനുസരണക്കേടിന്റെ കെട്ട്, ഹവ്വായുടെ അനുസരണക്കേടിന്റെ ആ കെട്ട് പരിശുദ്ധ അമ്മ അനുസരണത്താൽ അഴിച്ചു എന്നാ പറയാ. പരിശുദ്ധ അമ്മയുടെ അനുസരണം നമുക്കറിയാലോ. ആ ഒരു കാലഘട്ടത്തില് ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. പക്ഷെ പരിശുദ്ധ അമ്മ അത് പറഞ്ഞത്, അതും എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു മഹത്വത്തിന് വലിയൊരു ഉദാഹരണമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ യെസ് എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ പറ്റി പറയുമ്പം, അമലോത്ഭവത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് തുടക്കം തന്നെ ഉത്ഭവ പാപത്തിനുള്ള മോചനം കൊടുത്തിട്ടുണ്ട്. നമുക്കും അതുപോലെ തന്നിട്ടുണ്ട്, മാമോദീസയിൽ തന്നിട്ടുണ്ട്. നമ്മൾ ആ കൃപകൾ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. പരിശുദ്ധ അമ്മ ആ കൃപകൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചു. അതും ഈ മാതാവിന്റെ സ്വർഗാരോപണത്തിന് ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണമുള്ളത് നിത്യകന്യകയാണ്. അതുപോലെ അമലോത്ഭവം പറഞ്ഞപ്പം പാപം ചെയ്യാനുള്ള ടെൻഡൻസി പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചിലർ കരുതും. അങ്ങനെയല്ല, പരിശുദ്ധ അമ്മയ്ക്ക് പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ അത് ഉണ്ടായിരുന്നു. നമ്മിലും ഉണ്ട്, പരിശുദ്ധ അമ്മയിലും ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനും എന്റെ ചേച്ചിന്ന് വിചാരിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാമോദീസയില് ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം കിട്ടി. അപ്പൊ എനിക്ക് പാപത്തിലേക്കുള്ള ഒരു ചായ്വില്ല, എന്റെ ചേച്ചിക്ക് പാപത്തിലോട്ടുള്ള നല്ല ചായ്വുണ്ട്. എന്നെ അങ്ങനെയാണ് ആക്കിയതെന്ന് വിചാരിക്കുക. ഒരു 10 ദിവസമാണ് ഞങ്ങൾക്ക് ഇനി ജീവിതമുള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾ മരിക്കുന്നു പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 10 ദിവസം ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ലവരായിട്ട് ജീവിക്കാനൊക്കെ നോക്കും. 10 ദിവസം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെ സ്ഥാനം? എനിക്കായിരിക്കോ ചേച്ചിക്കായിരിക്കോ? ചേച്ചിക്കായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഇല്ല. ഞാൻ എവിടെയാണ് അവിടെ അധ്വാനിച്ചത്? ഞാൻ ഒന്നും അധ്വാനിച്ചിട്ടില്ല, ഞാനിങ്ങനെ വെറുതെ ഇരുന്നു, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചേച്ചി അതല്ല ചെയ്തിരിക്കുന്നത്. ചേച്ചി ആ ടെൻഡൻസിയെ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അതിനെയെല്ലാം മാറ്റി അവിടെ തങ്കമായി തീർന്ന് അങ്ങനെയാ പോയിരിക്കുന്നത്. അപ്പൊ അതാണ് മെറിറ്റുള്ളത്. ഇവിടെയൊക്കെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ മഹത്വം കിടക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഉണ്ടായിരുന്നു. അത് മുഴുവനും ഏറ്റവും മനോഹരമായിട്ട് പരിശുദ്ധ അമ്മ ഉപയോഗിച്ചു. ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങൾ എന്ന് പറഞ്ഞപ്പോ സന്ദർഭവശാൽ പറയാണ്, ഈ ഫലങ്ങളൊക്കെ ഓരോരുത്തർക്കും, നമുക്കൊക്കെ ഓരോന്നൊക്കെയാണ് കിട്ടുന്നത്, ഓരോ വരങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. ആ വരങ്ങൾ വരെ ദുരുപയോഗിക്കുന്നവരാണ് നമ്മൾ മുഴുവനും. കാരണം ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അഹങ്കാരം കയറി തുടങ്ങും. പ്രബോധന വരോ അല്ലെങ്കിൽ രോഗശാന്തി വരോ എന്തെങ്കിലും ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒരു അഹങ്കാരം കയറി വരും. പരിശുദ്ധ അമ്മയ്ക്ക് ഈ വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധ അമ്മയിൽ ഇരുന്നിരുന്നത്. പരിശുദ്ധ അമ്മ പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലും നമ്മൾ കാണുന്നില്ല, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ ഒന്നും പരിശുദ്ധ അമ്മ നടന്നിട്ടില്ല. അപ്പൊ അതാണ് പരിശുദ്ധ അമ്മ ആ കൃപകളെ ഏറ്റവും മനോഹരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു കാരണമാണ് അമലോത്ഭവത്തിന്റെ. അങ്ങനെ അമലോത്ഭയായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ശരീരം
ഒരിക്കലും ഈ ഭൂമിയിൽ ജീർണിച്ച് അങ്ങനെ ആത്മാവ് മാത്രമായിട്ട് എടുക്കാൻ കർത്താവ് ആഗ്രഹിക്കില്ല. അതൊന്ന്. പിന്നെ നിത്യകന്യകയാണ്. ഈ പറഞ്ഞ പോലെ പാപങ്ങളൊന്നുമില്ല. നിത്യകന്യക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കൊക്കെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുക. ആ ഒരു രീതിയിലാണ് പൂർണ്ണമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുപോലെ മൂന്നാമത്തത് എന്താണ്? ദൈവത്തിന്റെ അമ്മയാണെന്നുള്ള ആ ബന്ധം. ഈ 3 കാരണങ്ങളുടെ കൂടെ ആകത്തുക സമ്മാനമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് പറയാം. പിന്നെ ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഗാഢമായ ഒരു ബന്ധം, ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് ശിമിയോൻ പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം, ഇങ്ങനെ ഒരു രക്ഷാകര പദ്ധതിക്കാണ് ഞാൻ പോകുന്നത്. അതിനകത്ത് പൂർണ്ണമായിട്ട് പൂർണ്ണ ശിഷ്യയായി മാറി. ആദ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാന്ന് പറയും പരിശുദ്ധ അമ്മയെ. അതുപോലെ പറയുന്നില്ലേ, അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? ആ രഹസ്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പരിശുദ്ധ അമ്മ ആ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി, എന്റെ മകൻ എനിക്ക് മാത്രമുള്ളതല്ല, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ളതാണ്, സ്വർഗം തന്നിട്ടുള്ളതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പരിശുദ്ധ അമ്മ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? എന്റെ വചനം പാലിക്കുകയും അങ്ങനെ ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ധ്വനിയില്ലേ, എന്റെ വചനം പാലിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആകേണ്ടത്. അതായത് പരിശുദ്ധ അമ്മ കർത്താവ് പറഞ്ഞ എല്ലാ വചനങ്ങളും പാലിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതാണല്ലോ കുരിശിൻ ചുവട്ടിലും പരിശുദ്ധ അമ്മ അവിടെ നിന്നിരുന്നു. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കുരിശിൻ ചുവട്ടിൽ കഴിഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചു കഴിയുമ്പം പിന്നെ എവിടെയാ പരിശുദ്ധ അമ്മയെ കാണുന്നത്? യോഹന്നാൻ ശ്ലീഹയുടെ വീട്ടിലാണോ? യോഹന്നാൻ പറയുന്നുണ്ട് സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന്. പിന്നെ നമ്മൾ പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് അപ്പസ്തോലന്മാർ സമ്മേളിച്ചിരിക്കുന്ന മുറിയിൽ അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയ. ഈ സ്വഭവനം എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലുണ്ട്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ പട്ടണത്തിലെത്തി. അവർ തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ മുറിയിൽ ചെന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ യോഹന്നാൻ ശ്ലീഹയും അപ്പസ്തോലന്മാരും ക്രിസ്തുവിന്റെ ആ പീഡാനുഭവത്തിനും ഉത്ഥാനത്തിനും ശേഷം എവിടെയായിരിക്കും താമസിച്ചിരിക്കുന്നത്? അവരെല്ലാവരും ഒരുമിച്ചാ താമസിച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ പരിശുദ്ധ അമ്മേനെ കാണുന്നത്. അതാണ് ആദിമ സഭ. അതാണ് ഈ സഭയും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എപ്പോഴും ഒരുമിച്ച് പറയാൻ പറയുന്നത്. കണ്ടോ, സഭയുടെ അമ്മയായിട്ട് തന്നെയാണ് ഈശോ അവിടെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാന് ചോറും കറിയും വെച്ച് കൊടുക്കുന്ന ഒരു അമ്മയായിട്ട്, അതിനു വേണ്ടിയല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, യോഹന്നാന് സ്വന്തമായിട്ട് അമ്മയുണ്ട്. യോഹന്നാന്റെ അമ്മ അവിടെ മാറി നിൽക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പം അതുകൊണ്ട് അവിടെ സ്വീകരിച്ചത് സഭയിലാണ് സ്വീകരിച്ചത്, സഭയുടെ അമ്മയായത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ. അപ്പൊ ഈ വക കാരണങ്ങളെല്ലാം ആത്മാവോടും ശരീരത്തോടും കൂടെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നതിൽ ഈശോ അത് ചെയ്തിരിക്കും. ഈശോയുടെ അമ്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഓരോരുത്തരുടെയും ക്രമം അനുസരിച്ച് എന്നൊരു വാക്ക് ഇവിടെ വരുന്നത്. അത് അതിനകത്തോട്ട് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയാം. ഇനി എങ്ങനെയായിരിക്കും പരിശുദ്ധ അമ്മയുടെ ഉത്തിത ശരീരം ഇരിക്കുന്നത്? എങ്ങനെയാ വിശുദ്ധന്മാരുടെ എങ്ങനെയാ? അപ്പൊ അതെന്താ സംഭവം? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെയൊക്കെ തേജസ് എന്തായിരിക്കും? അതിനെപ്പറ്റിയും വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ 1 കൊറിന്തോസ് 15 നമുക്കത് വായിച്ചു നോക്കാം. 1 കൊറിന്തോസ് 15:39. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല, മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. അപ്പൊ സ്വർഗീയ ശരീരങ്ങളുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ശരീരങ്ങളാണ് ഈ ഭൗമിക ശരീരങ്ങൾ. പിന്നെയോ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് 1. അതൊന്നാണ്, സെമികോളനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. ഇനി ഈ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സിനെ പറ്റി പറയുന്നത് നോക്കി. സൂര്യന്റെ തേജസ് 1, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അത് ഒന്ന് വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 44 പറയുന്നുണ്ട്, വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം. ആ ഗോതമ്പുമണി ആലോചിക്കുക. പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. എന്നിട്ട് പറയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. അപ്പൊ നമ്മൾ ഉറപ്പായില്ലേ, ക്രിസ്തുവിന്റെ
ആ ഉത്തിത ശരീരത്തിന്റെ തേജസ് നമുക്ക് കിട്ടും, സ്വർഗീയ ശരീരം നമ്മൾ ധരിക്കും. ഇനി ഈ തേജസ്സിലോട്ട് തിരിച്ചു വരാം. ഇങ്ങനെ പറയുന്നില്ലേ, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ആരായിരിക്കും ഈ സൂര്യൻ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. കർത്താവാണ് ആ സൂര്യനായിട്ട് അവിടെ പറയുന്നത്. കർത്താവിന്റെ തേജസ് ഒന്നാണ്. ഇവിടെ ഒരു ചന്ദ്രന്റേതെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു ഇതാണ്, ശരിയാണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അത് പരിശുദ്ധ അമ്മയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്, ചന്ദ്രന്റേത് മറ്റൊന്നെന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് നക്ഷത്രങ്ങളുടെ തേജസ്, അതാണ് നമ്മള്, കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളായിരിക്കുന്ന നമ്മുടെ തേജസ്സിനും വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നമ്മള് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ശരീരം പൊതുവിധിയില് കണ്ണിമഞ്ചിക്കുന്നത്ര വേഗത്തില് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ തേജസ്സിന് മാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും ഇവിടെ തന്നെ സമത്വം ഇല്ല, ഈ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാര് സമത്വമില്ലേ സമത്വമില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കിയ സ്വർഗത്തിൽ പോയാലും അവിടെയും സമത്വമൊന്നും ഇല്ല, അവിടെ ഒക്കത്തിനും വ്യത്യാസം ഉണ്ടെന്നാ പറയണത്, തേജസ്സിനൊക്കെ മാറ്റം ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ ഈ ചെറുതില് എന്റെ വീട്ടില് എല്ലാവർക്കും നല്ല കളറുള്ളവരാ, എനിക്ക് മാത്രം കുറച്ച് കളറ് കുറവാ. അതിന്റെ പേരിൽ എപ്പോഴും ഞാൻ കുറേ മുറിവുകൾ എനിക്കത് ഉണ്ടായിട്ടുണ്ട്. ഇവള് കറുത്തതാണ് ഇവള് കറുത്തതാണെന്ന് എപ്പോഴും പറയും എല്ലാവരും. അപ്പൊ അത് ഞാൻ ഓർക്കും, ദൈവമേ ഇത് സ്വർഗത്തിൽ പോകുമ്പോൾ ഇത് അവസാനിച്ച് കിട്ടണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പൊ നോക്കിയ തേജസ്സിന് വ്യത്യാസം ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെ ഈ തേജസ് കൂട്ടിയെടുക്കുക? ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, ഇവിടെ നന്നായിട്ട് ജീവിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, അപ്പൊ തേജസ്സിന് മാറ്റം ഉണ്ടാവും. ഈ കർത്താവ് തരുന്ന തേജസ്സിനെ മാറ്റണം. ഒരു തേജസ്സിന്റെ കാര്യമല്ലേ എന്ന് ചിന്തിക്കരുത്, അതിന് എന്തോ പ്രത്യേകതയുണ്ട്, നമുക്കറിയില്ല. അത് അത്രയും ഓരോന്നിനും വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദവും, അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ചിന്തിക്കരുത് അയ്യോ കുറച്ചും കൂടെ തേജസ് കൂട്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴേ അതിനുവേണ്ടി നിങ്ങളൊക്കെ ഓരോരുത്തരും അധ്വാനിക്കണം. ഇനി ഈ തേജസ്സിന്റെ കാര്യം പറഞ്ഞപ്പം അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ? അപ്പൊ ദൈവം കരുണാമയനായ ദൈവം, എന്താ ദൈവം അങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചാൽ പോരെ, എന്തിനാ അവിടെ അങ്ങനെ തേജസ്സിനൊക്കെ മാറ്റം വരുത്തുന്നത്? അതിനെന്താ കാരണം? ദൈവം നീതിമാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നല്ല കള്ളൻ സ്വർഗത്തില് ചെന്നതും വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചനും സ്വർഗത്തിലേക്ക് ചെല്ലുമ്പം രണ്ടുപേർക്കും ഒരേപോലത്തെ തേജസ് കൊടുത്താൽ മതിയോ? അത് നീതിയല്ലാതായിട്ട് വരും. നല്ല കള്ളൻ എന്ന് പറഞ്ഞ ആ പേരിൽ തന്നെ നമുക്കറിയാം ഒരുപാട് പരിപാടികൾ ചെയ്തത് കൊണ്ടാണ് ആ കള്ളൻ എന്നുള്ള പേര് അപ്പോഴും അവിടെ കിടക്കുന്നത്. പക്ഷെ ലാസ്റ്റ് മിനിറ്റില് പശ്ചാത്തപിച്ച് സ്വർഗത്തിലേക്ക് എത്തിയതാ. ഇപ്പൊ ഉള്ള ഒരു ടെൻഡൻസി എന്താ, എല്ലാവർക്കും കുറച്ച് പ്രായമാവട്ടെ, പരമാവധി ഒക്കെ അടിച്ചു പൊളിച്ച് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം, അങ്ങനെ പലർക്കും ഒരു ചിന്തയുണ്ട്. പക്ഷെ അതിന് വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് ഈ പറയുന്നത്. നല്ല കള്ളന് കിട്ടിയ തേജസ് ആയിരിക്കില്ല വിശുദ്ധ ചാവറ കുര്യാക്കോസച്ചന്. അത് വെറും ഒരു തേജസ് ആവാൻ വഴിയില്ല, അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശരിക്കും അധ്വാനിക്കുക തന്നെ വേണം. ഇനി നമ്മൾ മരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവും ശരീരവും വേർപെടും. അതായത് എനിക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ചൊന്ന് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു. അത് പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആ രൂപാന്തരീകരണ സമയത്തായിരുന്നു. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഉയർപ്പിക്കപ്പെടുന്നത്, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ, നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ ഫാമിലിയോട്, അങ്ങനെ കുറേ സംശയങ്ങളുണ്ടല്ലോ നമുക്ക്. എന്താ ഈ കർത്താവ് നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പ് വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് മാടവന പള്ളിയിൽ ഒരു വിശുദ്ധ കുർബാനയുടെ ഒരു ഇതൊക്കെ വന്നതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ പറയാം. രൂപാന്തരീകരണത്തിലെ കർത്താവിന്റെ മാതൃകൃത ശരീരം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത പോലെ തന്നെ നമ്മളും എല്ലാ ദിവസവും മഹത്വീകൃത ശരീരം ക്രിസ്തുവിന്റെ അനുഭവവേദ്യമാവാൻ ക്രിസ്തു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നമ്മളോട് കൂടെ ആയിട്ടിരിക്കാൻ. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കണേന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറയാനാണ്. ആ പരിശുദ്ധ കുർബാനയില് എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തില്? നേരത്തെ പറഞ്ഞ ഗോതമ്പ് മണിയും ഗോതമ്പ് ചെടിയും, അത് ഓർത്ത് നോക്കുക. സത്ത, ആ സത്തയുടെ കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. സത്തയും അതുപോലെ ആക്സിഡൻസ് എന്ന് പറയും, വാഹനാപകടം നടക്കുന്ന ആക്സിഡൻസ് അല്ല. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു മാങ്ങ പറഞ്ഞ് തുടങ്ങാം നമുക്ക്. അതായത് മാങ്ങ, പഴുത്ത മാങ്ങയും കണ്ണിമാങ്ങയും. അപ്പൊ ചിലർക്ക് പഴുത്ത മാങ്ങ തിന്നാനാ ഇഷ്ടം, ചിലർക്ക് കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടം. അപ്പം ഈ പഴുത്ത മാങ്ങ എന്റെ ഈ കയ്യിലുണ്ട്. ഈ കയ്യിലുള്ള പഴുത്ത മാങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? അത് മഞ്ഞ കളറായിട്ടിരിക്കും, നല്ല പഴുത്തതാണ്, ജ്യൂസിയാണ്, അങ്ങനെയൊക്കെ. അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ കണ്ണിമാങ്ങയാണെങ്കിലോ അത് വളരെ ചെറുതാണ്, വെയിറ്റ് കുറവാണ്, അതിനൊരു കവർപ്പാണ്, ചെറിയ പുളിയാണ്. അപ്പൊ അതാണ് അതിന്റെ ആക്സിഡൻസ് എന്ന് പറയുന്നത്, അതാണ് അതിന്റെ മാറ്റം. ഇനി അത് നമ്മള് ആരെങ്കിലും പറയുമോ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് മാങ്ങ മറ്റേത് ചക്ക എന്ന്? ആരും പറയില്ല. രണ്ടും മാങ്ങ തന്നെ. ഈ ഗോതമ്പിന്റെ പറഞ്ഞ അതേപോലെ തന്നെ. അത് നമുക്കറിയാം. അപ്പങ്ങൾ ചുടുമ്പോ എങ്ങനെയാ? നമ്മൾ അപ്പം ചുടുമ്പോ ഗോതമ്പ് അപ്പം ചുട്ടാലും അരിയുടെ അപ്പം ചുട്ടാലും അല്ലെങ്കിൽ പല ഷേപ്പിലുള്ള അപ്പം ചുട്ടാലും എങ്ങനെ അപ്പം ചുട്ടാലും നമ്മൾ പറയാതെ അപ്പം തന്നെയാന്ന് പറയും. കാരണം എന്താ? അതൊരു അപ്പം നെസ്നോ എന്താ പറയാ, അങ്ങനെ ഒരു സത്ത അവിടെ ഉണ്ട്.
അപ്പത്തിന്റെ ആ ഒരു ഇത് നമുക്കറിയാം. അതുപോലെ മാങ്ങയുടെയും അങ്ങനെ മാങ്ങാപ്പം അതുള്ളത് കൊണ്ടാണ് അത് മാങ്ങ തന്നെയാണെന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് യേശുവിന്റെ അപ്പവും മീഞ്ഞും അതിലോട്ട് വരാം. അവിടെ നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ആ സ്ഥാപക വചനങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ, ദൈവം വചനം കൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചത്. ഇതേ വചനം പറയുമ്പോഴാണ് അവിടെയും അവസ്ഥാഭേദം വരുന്നത്. നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇതെന്റെ ശരീരം, അങ്ങനെ പറയുമ്പോൾ തന്നെയാണ് അതിന് അവസ്ഥാഭേദം വരുന്നത്. അപ്പൊ ആദ്യം അത് ബ്രെഡ്നെസ് ആയിരുന്നു. ആ ബ്രെഡ്നെസ്സിൽ ബ്രെഡിന്റെ എന്തൊക്കെ പറയാ, ബ്രെഡിന്റെ ഓരോ ഈ പറഞ്ഞ ആക്സിഡന്റ്സ് മുഴുവൻ ഉണ്ട്, വെള്ള കളറാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാം. ഈ സ്ഥാപക വചനങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ ബ്രെഡ് എന്തായിട്ടാണ് മാറുന്നത്? ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുന്നു. അപ്പൊ അത് ക്രൈസ്റ്റ്നെസ് ആയി മാറുകയാണ്. അപ്പൊ അതിന്റെ രൂപത്തിനോ എന്തിനെങ്കിലും മാറ്റം വന്നോ? ഇല്ല. പക്ഷെ ക്രൈസ്റ്റ്നെസ് ആയി അവിടെ മാറി. നമ്മൾ ആ അപ്പം സ്വീകരിക്കുമ്പോൾ അതേ ക്രൈസ്റ്റ്നെസ് ആണ് നമ്മിലും വരുന്നത്. ഇതാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ തൃത്വത്തിന്റെ കൂട്ടായ്മയും നമ്മിൽ വരും. അതാണ് നമ്മളെല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടത്. അപ്പം ഇതാണ് എന്താ പറയാ, അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല്, ക്രിസ്തുവിന് വേണമെങ്കിൽ ഈ യോഹന്നാൻ ശ്ലീഹായുടെ 6-ാം അധ്യായത്തില് ഇതെന്റെ അപ്പമാകുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അവിടെ എല്ലാവരും പിരിഞ്ഞു പോയി എന്നാ പറയണേ. ആരും ഇല്ല അത് കേൾക്കാനായിട്ട്. അവിടെ ശേഷിച്ചത് 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കും പോണെങ്കിൽ പോയിക്കോളാനാ കർത്താവ് പറഞ്ഞത്. അവിടെ കർത്താവിന് വളരെ വ്യക്തമായിട്ട് ഒരു അപ്പം എടുത്തിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു, അവിടെ നിന്ന് ബ്ലഡ് വരുന്നത്, അങ്ങനെ ഇത് എന്റെ ശരീരമാണെന്ന് കാണിച്ചു. കർത്താവ് അത് ചെയ്തിട്ടില്ല. അപ്പൊ അത്ഭുതങ്ങളിൽ കൂടിയല്ല കർത്താവ് ആളുകളെ വിശ്വസിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. കർത്താവ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും പറയാന്ന് വെച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു പിശാചിന്റെ തട്ടിപ്പാ. കാരണം മരുഭൂമിയിലെ പരീക്ഷയില് ഈശോ എന്തായിരുന്നു പറഞ്ഞത്? ഈ കല്ലുകള് അപ്പമാക്കുക. കർത്താവിന് എത്ര ഈസി ആയിട്ട് അപ്പാക്കാൻ പറ്റും? അപ്പൊ അവിടെയൊന്നും അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, ഒരു അത്ഭുതങ്ങളിൽ കൂടി ആയിരിക്കരുത് നമ്മുടെ വിശ്വാസം കിടക്കുന്നത്. അത് കേട്ടതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. അതിനെ പറയാ പ്രൈവറ്റ് റെവലേഷൻ എന്നാ പറയാ. അത് ഓരോരുത്തർക്കും എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അധികം ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ കേൾക്കുമ്പം അതിന്റെ പുറകിൽ നോക്കുമ്പോൾ കാണാം പലരുടെയും അവിശ്വാസം ഒന്ന് പരിഹരിച്ചതായിട്ട്. ചിലവർക്ക് ഭയങ്കര അവിശ്വാസമുള്ളവര്, അവർക്ക് വേണ്ടി മാത്രമൊക്കെ ഉള്ള സംഭവങ്ങളായിരിക്കും അത്. അവിടെ പോകുന്നതിലോ അല്ലെങ്കിൽ മാർപ്പാപ്പയൊക്കെ അവിടെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും മഹാ അത്ഭുതം ക്രിസ്തുവിനെ നമ്മളെങ്ങനെ സ്വീകരിക്കുകയാണ്, ആ മഹത്വീകൃത ശരീരത്തെ നമ്മൾ സ്വീകരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണില്ല എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഞായറാഴ്ച കട ഉള്ളത് കൊണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പോണ്ട, അത് കട ഉള്ള കാരനാ പോണം. അതിന്നറിയാം നമ്മളെ എത്രമാത്രം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. ശരിക്കും ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഈ മഹത്വീകൃത ശരീരം നമ്മൾ സ്വീകരിക്കുന്ന പറഞ്ഞാൽ എന്താ ത്യാഗം എടുത്തിട്ടും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ നമ്മൾ തയ്യാറാവും. പിന്നെയുള്ള കാരണങ്ങളും ജസ്റ്റിഫിക്കേഷനൊക്കെ നമുക്ക് പലതും കാണുമായിരിക്കും, എന്നാലും നമ്മൾ തയ്യാറാവും. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മഹത്വീകൃത ശരീരം സ്വീകരിക്കാൻ, എല്ലാ ദിവസവും സ്വീകരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാകും. അതുപോലെ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അതാണ് നമ്മൾ ഈ ഇതിൽ സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അതെന്താ ശരീര രക്തം എന്ന് പറഞ്ഞാൽ അതെന്താ? ക്രിസ്തുവിന്റെ ആ മനുഷ്യാവതാര രഹസ്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ഗ്ലോറിഫൈഡ് ബോഡിയിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ നമ്മുടെ ഈ മനുഷ്യ ശരീരമല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മാറുന്നത് ഈ മഹത്വീകൃത ശരീരം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ് ചെടി, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കർത്താവ് പലസ്തീനയിൽ ഉണ്ടായിരുന്ന അതിനകത്ത് അത് ഒരാൾക്ക് വിവരിക്കാൻ പറ്റില്ല. അത് ആ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അതിന്റെ ഗുണങ്ങൾ മുഴുവനും ഈ മഹത്വീകൃത ശരീരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ ഒരു എന്താ പറയാ ദൈവത്വം, മനുഷ്യത്വം, ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയതുകൊണ്ട് അതും ആ മഹത്വീകൃത ശരീരത്തിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആത്മാവും ശരീരവും വേർപ്പെടുന്ന കാര്യം. ഇപ്പൊ ക്രിസ്തു ദൈവിക വ്യക്തിയാണ്, പരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ ദൈവിക വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിന്റെ മരണത്തില് എന്താണ് ഉണ്ടായത്? യഥാർത്ഥത്തില് ആ ദൈവിക വ്യക്തിയാണ്, ദൈവിക വ്യക്തിയുടെ ആത്മാവും ശരീരവും വേർപെട്ടു. ഇനി ദൈവിക വ്യക്തി ആയതുകൊണ്ട് ആ ദൈവത്വം ആത്മാവിനോടും ചേർന്നിരിക്കും. ദൈവിക വ്യക്തി ആയതുകൊണ്ട് ആ ദൈവത്വം ക്രിസ്തുവിന്റെ ശരീരത്തോടും ചേർന്നിരിക്കും. ഇപ്പൊ മരണം സംഭവിച്ചു. ഇനി ഈ ദൈവത്വം ആത്മാവിനോടും ഈ ദൈവത്വം ശരീരത്തോടും ചേർന്നിരിക്കുന്നത് കൊണ്ട് അവ തമ്മിൽ യോജിക്കും. അതാണ് ഉത്ഥാനം.
എന്താ പറയാ, മനുഷ്യർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ അതീവ രഹസ്യം. നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞപ്പോ ശരിക്കും പരിശുദ്ധ കുർബാനയെ അത്ഭുതം എന്നല്ല പറയേണ്ടത്, മിസ്റ്ററി. അതൊരു രഹസ്യമാണ്, ഒരു ദൈവീക രഹസ്യാന്ന് പറയാം. അങ്ങനെയാണ് അതിനെ ശരിക്കും പറയേണ്ടത്. അതാണ് ജീവിക്കുന്നവരുടെ ദൈവം. ഇങ്ങനെ പറയുന്നില്ലേ, സദുക്കായര് വന്ന് ചോദിക്കുമ്പം, ഉത്ഥാനത്തെ പറ്റി ചോദിക്കുമ്പോ കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തത് കൊണ്ടും ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടുമല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, അവർക്ക് ആ വിശുദ്ധ ലിഖിതങ്ങൾ അറിഞ്ഞില്ല, ദൈവത്തിന്റെ ശക്തിയെ അറിഞ്ഞില്ല, അതുകൊണ്ട് അവർക്ക് തെറ്റുപറ്റിയത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, ഞാൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് ഇവരൊക്കെ ആ സമയത്ത് മരിച്ചുപോയതല്ലേ. അപ്പൊ അങ്ങനെയാണോ പറയുന്നത്? മരിച്ച അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നല്ല പറയുന്നത്, അവർ ഇന്നും ജീവിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ആ ജീവിക്കുന്നവരായ, നിത്യം ജീവിക്കുന്നവരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ എന്നാണ് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ആത്മാവും ശരീരവും ഇതുപോലെ തന്നെ വേർപ്പെടും. അപ്പൊ ആത്മാവ് എവിടെ പോവും? ആത്മാവ് നല്ല അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ അവസ്ഥയുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതായത് ഇപ്പൊ ഞാനും അങ്ങനെ പറഞ്ഞത്, ക്ഷമിക്കണം. അപ്പൊ ആൾക്കാർ പറയുന്ന അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ആർക്കറിയാം? ഇതും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ശുദ്ധീകരണം അത് ബൈബിളിനകത്ത്, വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഒരു വാക്കുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന പാപങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അതെന്താ? അപ്പൊ അങ്ങനെ ഒരു യുഗം, വരാനിരിക്കുന്ന യുഗത്തിൽ നരകത്തില് ഏതെങ്കിലും പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് പറഞ്ഞപ്പോ പറയണ നരകം, അതെന്താ കർത്താവ് അങ്ങനെ ഒരു നരകമൊക്കെ ഉണ്ടാക്കി വെച്ച? ഇത്രയും അനന്തകരണ സ്നേഹം ഒക്കെ ഉള്ള ദൈവം എന്തിനാണ് ഒരു നരകം ഉണ്ടാക്കി വെച്ചത് എന്ന് നമുക്ക് തോന്നാം. അതിന് കാരണം, രണ്ട് കാരണങ്ങളാ. ഒന്ന് ദൈവം സ്നേഹമാണ്, ഒന്ന് ദൈവം നീതിമാനാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ എന്താ, ദൈവം സ്നേഹമാകുന്ന എങ്ങനെയാണ് നരകം ഉണ്ടാവുന്നത്? നമുക്ക് നമ്മുടെ മകനോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ സാധാരണ സ്നേഹമൊന്നുമല്ല എന്ന് വിചാരിച്ചോ, നമുക്ക് വേർപിരിയാത്ത അത്ര സ്നേഹം, അവനും നമ്മളോട് അത്ര സ്നേഹം. അപ്പൊ അവൻ പഠിക്കണം, അവന് പഠിച്ച് വേറൊരു ലെവലിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോയേ തീരൂ. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പം നമ്മൾ ഈ സ്നേഹത്തിന്റെ പേരിൽ അവനവിടെ പിടിച്ചു നിർത്തൂ? ഒരിക്കലും പിടിച്ചു നിർത്തില്ല. നമ്മൾ പറയും, നീ പഠിച്ച് മിടുക്കനായിട്ട് വരണം എന്ന് പറഞ്ഞ് അവനെ വിടും. അത് എത്ര സ്നേഹമുള്ള അമ്മയാണെങ്കിലും വിടും, അവനും പോകും. എന്തുകൊണ്ട്? അവിടെ പിടിച്ചു നിർത്തിയാലോ അവിടെ സ്വാർത്ഥത വന്നു. അവനൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവന് ചെയ്യാം. അതുപോലെ ധൂർത്തപുത്രന്റെ നോക്കിയേ, ആ മകനെ വേണമെങ്കിൽ ഇഷ്ടം പോലെ വേലക്കാരൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഒരാളെ പിടിച്ചിട്ട് അവനെ അവിടെ 4 ദിവസം കെട്ടിയിട്ട് അവന് മര്യാദ പഠിപ്പിക്കാന്നല്ലല്ലോ ആ പിതാവ് പറഞ്ഞത്. അവൻ പോയി വരട്ടെ എന്ന് പറഞ്ഞ് അവന് സ്വാതന്ത്ര്യം കൊടുത്തു. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കൊടുക്കും, നമ്മളുടെ കയ്യിൽ അങ്ങ് പിടിക്കാൻ ശ്രമിക്കില്ല. അപ്പൊ അനന്തകരണ സ്നേഹമയമായ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം നമുക്ക് ആ സ്വാതന്ത്ര്യം തരാതിരിക്കോ? അങ്ങനെ ദൈവം നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഇല്ലാതെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമ്മൾ വെറും ഉപകരണങ്ങളാണ്, റോബോട്ട് പോലെ. ഒരു അടിമയോട് ഒരാൾ പറയാണ്, ഒരു 5 രൂപ അയാൾക്ക് കൊടുക്കുക, അതിന്റെ യജമാനൻ പറയാണ് 10 രൂപ കൊണ്ട് കൊടുക്കുക. അയാൾ 5 രൂപയും 10 രൂപയും കൊടുത്തു. ഇതിന്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലും പുണ്യമുണ്ടോ? ഇല്ല. കാരണം അയാൾ ഒരു അടിമയാ. അയാൾ പറഞ്ഞത് അതുപോലെ ചെയ്തു. അയാൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ ഒന്നും അറിയില്ല, അയാൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ നമുക്ക് ദൈവം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ വെറും ഒരു മെഷീൻ പോലെ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ. നമ്മൾ വെറും അടിമകളെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ദൈവം പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത്. അത് എപ്പോഴും പറയുന്ന പോലെ ദൈവത്തെ തള്ളിപ്പറയാനുള്ള അത്രയും സ്നേഹം കൊണ്ടാണ് അതിനുള്ള സ്വാതന്ത്ര്യം തന്നെ. അപ്പൊ നമ്മളാണ് പോയിട്ട് ഈ നരകത്തിന്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ ഇതെല്ലാം മാറ്റി വെക്കുകയാണ്. അപ്പൊ അതാലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ മാത്രമാണോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? അല്ല. ഒരാൾക്ക് അതൊന്നും അറിയാൻ പറ്റാത്ത ഒരാളാണ്. കർത്താവിനെ പറ്റി അറിയാൻ അയാൾക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ ഒരു ദൈവം തന്നെയാണല്ലോ ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അയാളുടെ ഒരു ഇച്ഛാശക്തി വെച്ച് അയാൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അയാളും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി സ്വർഗത്തിൽ തന്നെ അയാളും എത്തിച്ചേരും. അത് നമുക്ക് ആരെയും അങ്ങനെ എന്താ പറയാ, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. അതാണ്, നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. അയാൾ അങ്ങനെയായിരിക്കോ ഇയാൾ ഇങ്ങനെയായിരിക്കോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ദൈവം ഈ സ്വാതന്ത്ര്യം തന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മളാണ് പോയിട്ട് ഈ നരകത്തിനെ കയറി പിടിക്കുന്നത്. എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇതെല്ലാം തള്ളിക്കളയാണ്, എനിക്കിത് മതി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെയാണ് അതിൽ കയറി പിടിക്കുന്നത്. അതുപോലെ കർത്താവിന്റെ നീതിയും, അത് ഇപ്പം 2 പേര് വെള്ളത്തിൽ വീണു, ഒരാള് ചെന്ന് അയാളെ രക്ഷിച്ചു, വേറൊരാള് അയാളെ ഒന്നും കൂടെ തള്ളി താഴ്ത്തി അയാളെ കൊന്നു.
ഈ രണ്ടുപേർക്കും നമ്മൾ ജീവൻ രക്ഷാ പതക്ക് കൊടുക്കില്ലല്ലോ, ഒരാൾക്കല്ലേ കൊടുക്കുള്ളൂ, രക്ഷിച്ച ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് നമ്മുടെ നീതി. മനുഷ്യരായ നമുക്ക് ഈ നീതി ഉണ്ടെങ്കിൽ കർത്താവിന് ഈ നീതിയുണ്ട്. എപ്പോഴും ഓർക്കണം, നമ്മുടെ മരണം വരെ കർത്താവ് കരുണാമയനാണ്, അനന്ത കരുണയുള്ള ദൈവമാണ്, അത് മരണം വരെ. അതിനുശേഷം കർത്താവ് നീതിയുള്ള ദൈവമാണ്, അതൊരിക്കലും മറക്കാനും പാടില്ല. നമുക്ക് പ്രോസ്പെരിറ്റി ഗോസ്പൽ മാത്രം പോരാ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ആത്മാവിനാണ് നഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും അറിയണം. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ ഈ ശുദ്ധീകരണാവസ്ഥ, അപ്പൊ ആ നരകത്തില് ഒരു പാപം ക്ഷമിക്കപ്പെടില്ല. അവിടെ എന്താ പറഞ്ഞ, വിലാപവും പല്ലുകടിയും ഉണ്ടാകും. എപ്പോഴാണ് നമ്മളിങ്ങനെ പല്ലൊക്കെ ഇട്ട് കൂട്ടി തിരുമുന്നത്? നമുക്കിങ്ങനെ, ഇപ്പൊ എന്റെ മോനെ ചിലപ്പോ ഞാൻ വഴക്ക് പറയുമ്പോ അവനെ എന്നെ ഒന്നും പറയാൻ പറ്റാണ്ടാവുമ്പോ അവൻ വേറെ മുറി പോയിട്ട് ഞാൻ പതുക്കെ പതുങ്ങിപ്പോയി നോക്കുമ്പോ കാണാം ഭയങ്കര പല്ലിട്ടിട്ട് കൂട്ടിയടിക്കുന്നതാണ്. അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഞാൻ എന്റെ അമ്മയോട് ചെയ്തിട്ടുള്ള കാര്യം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും ചെയ്യും. അപ്പൊ അവൻ ചോദിക്കുകയും ചെയ്യും, അമ്മയ്ക്ക് ഇങ്ങനെ ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്ന്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ആയതുകൊണ്ട്. അപ്പൊ അതായിരിക്കും അവിടെ ഉള്ള അവസ്ഥ. ആ പല്ലിയർമ്മ, എന്റെ ദൈവം ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ, ആ ഒരു ഇത് ഒന്നും ചെയ്യാനും വയ്യ, അതാണ് ആ വിലാപവും പല്ലുകടിയായിരിക്കുന്നത്. പല്ല് കടിക്കുന്ന അപ്പോഴല്ലേ, അപ്പൊ ആ പെട്ടുപോയത്, ഇനി ഒന്നും ചെയ്യാനില്ല, അവിടെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കിടക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ വെച്ചിട്ട് ഇനി ഒരു നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഒന്നും സാധിക്കില്ല അവിടെ. അപ്പോ ഏതോ ഒരു സ്ഥലത്ത്, സ്വർഗത്തിൽ പിന്നെ ക്ഷമിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, സ്വർഗത്തില് എല്ലാം ക്ഷമിക്കപ്പെട്ടിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പൊ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടാനുള്ള എന്തോ ഒരു സംഭവം, വരാനിരിക്കുന്ന യുഗം എവിടെയോ ഉണ്ട്. അപ്പൊ അതാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിന്റെ അവസ്ഥ. അതൊരു ഇങ്ങനെ പറയാ ഏക്കർ കണക്കിന് സ്ഥലമല്ല, അതൊരു അവസ്ഥ എന്നാണ് പറയുന്നത്. സ്വർഗം ഒരവസ്ഥ, നരകം ഒരവസ്ഥ, പിന്നെ ഇങ്ങനെ പുണ്യാന്മാരുടെ ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും, തീയും അതും ഇതും ആളിക്കത്തുന്നു. അത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണ്ടേ. അതിനു വേണ്ടിയാണ് അങ്ങനെയുള്ള ആലങ്കാരിക പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ മരിച്ചു, നമ്മുടെ ആത്മാവ് ഒന്നില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലോട്ട് പോകുന്നു. അപ്പൊ വിശുദ്ധന്മാരുടെ എല്ലാം ആത്മാക്കളാണെന്ന് പറയുന്ന അവിടെ പരിശുദ്ധ അമ്മയുടെ ആത്മാവും ശരീരവുമായിട്ട് ഒരു സംശയം തോന്നാം. വിശുദ്ധന്മാര് അങ്ങനെ ആത്മാവാണെന്നുണ്ടെങ്കിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടതായിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ വിശുദ്ധന്മാര്? അതെങ്ങനെയാ അവർ പ്രത്യക്ഷപ്പെടുന്നത്? അത് ദർശനമാണ്. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് സമീപിക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഒരു തരത്തിലുള്ള ദർശനം തന്നെ. പക്ഷെ അത് മറ്റേ ദർശനം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരുടെ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് സംഭവിക്കുന്ന ഒരു ഇതാണെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ കുറച്ചും കൂടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു ദർശനം എന്ന് പറയാം, ഒരു തരം ദർശനം തന്നെ എന്ന് പറയാം. അതാണ് പ്രത്യക്ഷീകരണം. എത്രയോ സ്ഥലങ്ങളിൽ ആ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന, അല്ലെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലതും തിരുസഭ അംഗീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത രാജ്ഞിയാണ് എന്നുള്ളതിന്റെ ഒരു അടയാളങ്ങളൊക്കെ തന്നെയാണെന്ന് പറയാം. ഇനി വെളിപ്പാട് 12:1. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എന്തൊക്കെയാ പരിശുദ്ധ അമ്മയെ പറ്റി പറയണേ നോക്കി. ശിരസ്, പാദങ്ങൾ, ഉടയാട, അതൊക്കെ ഒരു ശരീരത്തിന്റെ ഒരു വർണ്ണനയായിട്ടല്ലേ അത് നമുക്ക് മനസ്സിലാകുന്നത്. അതും പരിശുദ്ധ അമ്മ സ്വർഗത്തിലോട്ട് ഉടലോടെയാണ് പോയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ഇതാണ്. എന്നാൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട്. അതായത് വിശുദ്ധന്മാരുടെ എല്ലാം ആത്മാക്കളാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. 1-2 ഭാഗത്ത് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഒന്ന് വെളിപ്പാടിലും ഒന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും. അതിൽ രണ്ടിലും പറയുന്നുണ്ട് നീതിമാന്മാരുടെ ആത്മാക്കൾ, സ്വർഗത്തിലെ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്നുള്ള രീതിയിൽ 2 ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവര് വിശുദ്ധര് ആത്മാക്കളാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എപ്പോഴായിരിക്കും ഇവരെല്ലാവരും ഉയർപ്പിക്കപ്പെടുന്നത്? അത് പൊതുവിധിയുടെ സമയത്ത്. നമുക്കൊക്കെ അറിയുന്ന പോലെ കണ്ണിമഞ്ചയ്ക്കുന്നത്ര വേഗത്തിൽ എല്ലാവരും രൂപാന്തരപ്പെടും. ഇനി എന്തൊക്കെയായിരിക്കും ഉയർപ്പിക്കപ്പെടുക, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ കാണുമെന്ന് നമുക്കറിയണ്ടേ. അപ്പം ആത്മാവ് ഉയർപ്പിക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരീരവും നമ്മുടെ ഉയർപ്പിക്കപ്പെടും, നമ്മുടെ തേജസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓർമ്മകൾ ഉയർപ്പിക്കപ്പെടുമോ? അതാണ് നമുക്കറിയേണ്ടത്. ഓർമ്മകള് തീർച്ചയായിട്ടും ഉയർപ്പിക്കപ്പെടും. എന്താ കാരണം എന്നറിയോ? ഓർമ്മകൾ ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ സ്വർഗത്തില് അല്ലെങ്കിൽ നരകത്തില് കിടക്കുന്നവര് എന്തിനാണ് ഞാൻ ഇവിടെ കിടക്കുന്നതെന്ന് ചിന്തിക്കില്ലേ? അതിനൊരു ഉദാഹരണം പറയാം. ഒരു റിപ്പറാന്ന് വിചാരിച്ചു, ഒരു 10-12 കൊലപാതകമൊക്കെ നടത്തി കാലങ്ങൾക്ക് ശേഷം അയാളെ പിടിച്ചു, അയാളെ ജയിലിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് അയാൾക്ക് അൽഷിമേഴ്സ് വന്നു. അങ്ങനെ അയാളുടെ വിചാരണയുടെ സമയമായി. ജഡ്ജ് അയാളെ വിളിച്ചു, അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അയാള് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആൾക്കാരെയൊക്കെ നോക്കി ചിരിക്കുന്നു. അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു, അയാൾ ആലോചിച്ചുകൊണ്ട് എപ്പോഴും നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്നു.
അപ്പം അവിടെ ഇരിക്കുന്നവരൊക്കെ പറയാണ് ഇയാൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ എല്ലാരും പറയാൻ ഇങ്ങനെ ഭയങ്കരമായ വാദങ്ങൾ നടത്താണ്, ഇയാൾ റിപ്പറാണ്, 12 പേരെ കൊന്നു, ഇയാളോ എന്ന് എല്ലാവരും ചോദിക്കുക. കാരണം അയാൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ പോലെ നിൽക്കുകയാണ്. അപ്പം ജഡ്ജി നോക്കുമ്പോൾ ഡോക്ടറിന്റെ ഇതൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് അൾഷിമേഴ്സ് ആണ്, ഇയാളെല്ലാം മറന്നു. ഇനി അയാളെ പിടിച്ച് തൂക്കി കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്കൊരു ജയിൽ ശിക്ഷ എന്തിന്റെ ബേസിലാണ് ജഡ്ജി കൊടുക്കുക? തീർച്ചയായിട്ടും കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ അതുപോലെ അങ്ങനെ നമ്മൾ ഈ ഓർമ്മകൾ മുഴുവൻ മാച്ചിട്ടാണ് നമ്മൾ ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം? നമ്മൾ എന്തിനാ സ്വർഗത്തിലേക്ക് എത്തിയെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്തതിന്റെ നമ്മൾ ഇങ്ങനെ നിൽക്കും പകച്ച്, എന്താണ് പെട്ടെന്ന് നമ്മൾ ഇവിടെ എത്തിയെന്ന് ആലോചിക്കും. അതുപോലെ നരകത്തിലുള്ള ഒരാളും വിചാരിക്കും എന്ത് കണ്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കണേന്ന് വിചാരിക്കും. നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ ആ ഓർമ്മകളും നമുക്കുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഓർമ്മകളൊക്കെ നന്നാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഓർമ്മയുണ്ട് അവിടെ. ഇനി വേറൊരു കാര്യം അറിയേണ്ടത്, നമ്മളുടെ ഓർമ്മകള് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവോ? അതൊരു പ്രശ്നമല്ലേ? ഇത്രയും നാള് നമ്മള് മറ്റാള് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റാൾക്ക് മനസ്സിലാവും എന്നാ പറയണത്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാവും, അപ്പുറത്തേക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് എല്ലാം മനസ്സിലാവും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ എന്റെ ഭർത്താവും കല്യാണം കഴിച്ചിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ അറിയുകയാണ്, ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ ഒരുമിച്ചാ പഠിച്ചിരിക്കണേന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിച്ചു. ഞാനൊരു 3 മാസം എന്റെ ഭർത്താവിന്റെ സ്കൂളിൽ അപ്പനമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവിടെ പോയിരുന്നു. എന്നൊരു 3 മാസം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറി. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇന്ന കൊല്ലം ഏത് കൊല്ലം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന് മനസ്സിലാവണ, ദൈവമേ അന്ന് എന്റെ തൊട്ടടുത്തിരുന്നത് നീയായിരുന്നു അല്ലേ, നമ്മൾ അന്ന് എന്ത് കൂട്ടായിരുന്നു എന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കതൊരു അത്ഭുതമായി, ക്ലാസ്മേറ്റ്സ് അന്ന് അത്ഭുതമായി. അപ്പൊ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ആരെങ്കിലൊക്കെ വീട്ടിൽ വരുമ്പോ നമ്മള് അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ ചെല്ലുമ്പം നമ്മള് ഇങ്ങനെ പറഞ്ഞായിരിക്കുമോ പരിചയപ്പെടാ? ഇവളെന്റെ 1-ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണോ എന്നെ പരിചയപ്പെടുത്തുക? അല്ല, ഇവളെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുക. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വർത്താനം പറയുമ്പോൾ ചിലപ്പോ ഒരുപാട് പരിചയമുള്ളവരോട് ചിലപ്പോൾ പറഞ്ഞായിരിക്കും എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ എല്ലാവരോടും എന്റെ ഭാര്യ എന്ന് പറഞ്ഞു തന്നെ പരിചയപ്പെടുത്തുള്ളൂ. അതെന്താ? ആ ബന്ധത്തിനാണ് അവിടെ പ്രാധാന്യം ഉള്ളത്. മറ്റേത് ആ ബന്ധത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അതങ്ങ് പോയി. ഈ ബന്ധമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതുപോലെ നമ്മൾ സ്വർഗത്തിലായി കഴിയുമ്പോൾ ആ ഒരു ബന്ധത്തിന്, പുണ്യന്മാരുടെ ഐക്യത്തിലും നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചെല്ലുന്നില്ലേ, ശരീരത്തിന്റെ ഉയർപ്പിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആ പുണ്യന്മാരുടെ ഐക്യത്തിലാവും നമ്മള്. അപ്പൊ ആ ഒരു ബന്ധം, ആ ക്രിസ്തു ശരീരത്തിലെ അവയവങ്ങള് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്ന ബന്ധം. അപ്പൊ നമ്മുടെ അപ്പൻ, മക്കള്, ഭാര്യ, ഭർത്താവ് അറിയാം നമുക്ക്. പക്ഷെ അതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് വരില്ല. ഈ മറ്റേ ബന്ധമായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓർമ്മകൾ അവിടേക്ക് ഉണ്ടാകും എന്നാണ് ഇതിന്ന് വരുന്നത്. പിന്നെ അതുപോലെ വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വം ഉയർപ്പിക്കപ്പെടുന്ന പറയുന്നത്. അതായത് ഒരു പുരോഹിതനാണെങ്കിൽ ആ പൗരോഹിത്യം അവിടെ ഉണ്ടാവും. ആത്മാവിൽ മായാത്ത മുദ്ര പതിച്ച ആ പൗരോഹിത്യം അവിടെ ഉണ്ടാവും. അപ്പൊ പറയാ, പുരോഹിതന്മാരുടെ വലിയൊരു ഇതാ തന്നെയാണ് ആ ആത്മാവിലെ മായാത്ത മുദ്ര. അതുപോലെ സന്യാസികളാണെങ്കിൽ സന്യാസിത്വം, കന്യാസ്ത്രീകളാണെങ്കിൽ അവരുടെ ആ വ്യക്തിത്വം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വവും ഇതിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നു പറയുന്നു. 4 കാര്യങ്ങളാണ് അവിടെ ഉയർപ്പിക്കപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ ആത്മാവ്, ശരീരം, ഓർമ്മകള്, വ്യക്തിത്വം. ഇങ്ങനെ ഈ ഉയർപ്പില് പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമാണ് കർത്താവ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സഭയെ കുറിച്ച് പറയുമ്പോൾ 3 ഇത് എല്ലാവർക്കും അറിയായിരിക്കും: സഹനസഭ, സമരസഭ, വിജയസഭ. അപ്പൊ ഈ 3 സഭകളും കൂടിയതാണ് നമ്മള്. ഞാൻ ഇതെന്താ പറയണേന്ന് വെച്ചാല്, സമരസഭയിലുള്ളവരാണ് നമ്മള്. നമ്മുടെ പ്രാർത്ഥന ഈ സഹനസഭയിലുള്ളവർക്ക് വളരെ ആവശ്യമാണ്. അത് ഒരു വീടായിട്ട് എപ്പോഴും കരുതുക ഈ സഭ. നമ്മൾ താഴത്തെ നിലയില്, നടുക്കിലത്തെ നിലയില് ഈ സഹനസഭയിലുള്ളവരുണ്ട്. മുകളിലത്തെ നിലയിലാണ് നമ്മുടെ വിജയസഭ ഇരിക്കുന്നത്. അപ്പൊ ഈ സഹനസഭയിലുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥന ഭയങ്കര ആവശ്യമാണ്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. ഞാനൊരു അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. ഒരാള് പറമ്പിലെ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞ് അയാളുടെ മേത്ത് ചേറും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ വന്നിട്ട് നേരെ കുളിച്ച് ഭക്ഷണം കഴിച്ചു. അയാൾ ഇപ്പൊ നല്ല ശുദ്ധിയുള്ളവനായിട്ട് ഭക്ഷണം കഴിച്ചു. ഇനി വേറൊരാള് ഇതുപോലെ ചേറും ചെളിയായിട്ട് വന്നു. അയാൾ നേരെ ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ, എനിക്ക് കുളിക്കാൻ വയ്യ, നിങ്ങള് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ ക്ലീൻ ആയിട്ട് താഴെ വന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പം ഈ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എന്ന് പറയും, ആദ്യം പറയുന്നത് എന്തൊരു പ്രാന്താന്ന് പറയും. പിന്നെ അങ്ങോട്ട് പറഞ്ഞതല്ലേ, എപ്പോഴെങ്കിലും താഴെ ഇറങ്ങി വരുമല്ലോ, അപ്പൊ ഇനി വഴക്ക് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ബക്കറ്റില് വെള്ളം എടുത്തിട്ട് ഒന്നും മുകളിലേക്ക് ഒഴിക്കും. അത് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും തമാശകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഇരുന്ന് ചിരിക്കും, അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടും.
അത് കഴിയുമ്പോൾ ആരെങ്കിലും ഓർക്കും ഓ ഇപ്പോഴും അപ്പൻ അവിടെ മുകളിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരാളൊരു എന്തെങ്കിലും എടുത്തിട്ട്, ഞാനിത് പറഞ്ഞപ്പോ എന്റെ മോൻ പറഞ്ഞത് ഇതിന് ഇത്ര കഷ്ടപ്പാടായിരിക്കും ഒരു റോസ് എടുത്തിട്ട് അങ്ങ് ചിരിച്ചാൽ പോരെന്നാ. ഞാനിത് പറഞ്ഞ് പഠിപ്പിക്കാന്ന് നോക്കിയപ്പോ അവൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ അതും തോന്നിക്കണ്ടേ. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ആയിരിക്കും ഓരോരുത്തര് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഈ മരിച്ചു കഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നമ്മൾ പോയ നമ്മുടെ അവസ്ഥ. നമ്മുടെ മക്കളും മരുമക്കളും അല്ലെങ്കിൽ പേരക്കുട്ടികളും ഒക്കെ വല്ലപ്പോഴും ഓർക്കുമ്പോ ഇതുപോലെ നമുക്ക് കുറച്ച് ആശ്വാസം തരും. ചിലപ്പോ അവിടെ വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവരിത് മറക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മളിപ്പോ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് അത് മറക്കും, അതിന് അത്രക്കേ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ശരിക്കും പരിശ്രമിക്കണം. ഈ ശരീരത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഇത് കേട്ടപ്പോ നമുക്ക് മനസ്സിലായില്ലേ? പരിശുദ്ധ അമ്മയുടെ ഇത്രയും തേജസ്സില്, ചന്ദ്രന്റെ പോലെ ഒരു തേജസ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തത് എന്തുകൊണ്ടാ? ഈ ഒരു കൃപാവരങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളും ചെയ്ത് ഈ തേജസ് ഉണ്ടാക്കാൻ നോക്കണം. നമ്മുടെ ശരീരത്തിൽ പാപം ചെയ്യരുത്, ദൈവത്തിന്റെ ആലയമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അവസ്ഥ. അപ്പൊ നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇനി മരിച്ചുപോയ ആരെങ്കിലും അവരെ ഓർത്ത് നിങ്ങൾ വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന, അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഈ ഒരു സഭയല്ലേ ഒരുമിച്ചായിരിക്കുന്നത്. എപ്പോഴും ഓർക്കാതെ രണ്ടാമത്തെ നിലയിലാണ് ആളിരിക്കുന്നത്, എന്റെ കൈ അവിടെ തൊട്ട ആളെ തൊടാം, ആ ഒരു രീതിയിൽ എപ്പോഴും ഓർക്കണം. മരണത്തിൽ ആരെങ്കിലും വേദനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ ഇരിക്കരുത് ഒരിക്കലും. പരിശുദ്ധ അമ്മ അവരുടെ കൂടെയുണ്ട്. ഈ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അവരെ വിടുവിക്കുന്നത് പരിശുദ്ധ അമ്മയാന്നാ പറയുന്നത്. പരിശുദ്ധ അമ്മയാണ് അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടെ നോക്കുന്നത്. കാരണം മനുഷ്യരായ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, പരിശുദ്ധ അമ്മ അതാ സ്വർഗത്തിൽ ഇരിക്കുന്നു. മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠയായിട്ട് ആ പരിശുദ്ധ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ ഈ ഒരു പ്രത്യാശ എന്ന ഏറ്റവും പ്രതീക്ഷയോടുകൂടെ പരിശുദ്ധ അമ്മയെ നോക്കുന്നത്. പരിശുദ്ധ അമ്മയും അവരുടെ കൈപിടിച്ച് കയറ്റും. അവർക്ക് ഏറ്റവും ആശ്വാസമാകുന്ന പ്രാർത്ഥന വിശുദ്ധ കുർബാന. അതാണ് ഏറ്റവും നല്ലത്. വിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ തിരുരക്തം ഒഴുകി അവർ എത്രയും പെട്ടെന്ന് വിജയസഭയിൽ എത്തി. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാല് അവർക്ക് നമ്മളെ അറിയാം, ഓർമ്മകളൊക്കെ ഉള്ള അവർക്ക് നമ്മളെ അറിയാം. നമുക്ക് വേണ്ടിയും അവര് പ്രാർത്ഥിക്കും. നമ്മുടെ ആത്മാവിന് വേണ്ടി അവര് തീർച്ചയായിട്ടും വിശദീകരിക്കപ്പെടാൻ വേണ്ടി അതിനായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്ക് ജോലി കിട്ടാനോ നമ്മുടെ കാര്യങ്ങൾ നടക്കാനോ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ആത്മാവ് അത് വിശദീകരിക്കപ്പെടുമ്പോ എല്ലാം നടക്കുന്നു, എല്ലാം നടന്നു തുടങ്ങും. അതിങ്ങനെ വിശദീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ മാറി 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 വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചുറ്റും ക്രമപ്പെട്ടുകൊണ്ടേയിരിക്കും. രൂപാന്തരീകരണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാനയുടെ സ്നേഹവും മഹത്വവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തുതി.